ഭരണസമിതി ഒഴിവാക്കിയ ചിത്രതിരുനാൾ ബാലരാമവർമ്മയുടെ ചിത്രം കോർപ്പറേഷൻ കൗൺസിൽ ഹാളിൽ പുനഃസ്ഥാപിച്ച ബി.ജെ.പി. CPM നേതാവ് ആര്യ രാജേന്ദ്രൻ മേയറായിരുന്ന സമയത്തായിരുന്നു ചിത്രതിരുനാൾ ബാലരാമവർമ്മയുടെ ചിത്രം ഹാളിൽ നിന്നും നീക്കിയത്. ചിത്രം തിരിച്ചു സ്ഥാപിച്ച പുതിയ ഭരണസമിതിയുടെ നടപടിയാണ് കോർപ്പറേഷനിൽ പുതിയ വിവാദം. മുൻ LDF ഭരണസമിതിയുടെ അവസാന നാളുകളിലാണ് 1940 കോർപ്പറേഷൻ രൂപീകരിച്ചതു മുതൽ മേയറുടെ ഡയസിന് പിറകിൽ സ്ഥാപിച്ചിരുന്ന ചിത്രതിരുനാളിന്റെ ഫോട്ടോ നീക്കിയത്. ഫോട്ടോയുടെ സ്ഥാനത്ത് മഹാത്മാഗാന്ധിയുടെ ചിത്രം സ്ഥാപിക്കുകയും ചെയ്തു. ചിത്രതിരുനാളിന്റെ ഫോട്ടോ നീക്കിയ നടപടിക്കെതിരെ അന്ന് BJP പ്രതിഷേധമുയർത്തിയെങ്കിലും തീരുമാനം മാറ്റാൻ LDF ഭരണസമിതി തയ്യാറായിരുന്നില്ല. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ പരാതിക്കാരിക്കെതിരെ കോൺഗ്രസ് നേതാവും രാഹുലിന്റെ സുഹൃത്തുമായ ഫെന്നി നയനാൻ രാഹുലിനെ സ്വകാര്യമായി കാണണമെന്ന് 2 മാസം മുമ്പും യുവതി ആവശ്യപ്പെട്ടു. ഓഫീസിലെത്താൻ ആവശ്യപ്പെട്ടപ്പോൾ സ്വകാര്യമായി കാണണമെന്ന് പറഞ്ഞു. രാത്രിയായാലും കുഴപ്പമില്ല എന്ന് അറിയിച്ചുവെന്നാണ് ഫെന്നി നയനാൻ അവകാശപ്പെടുന്നത്. പരാതിക്കാരിയുമായുള്ള വാട്സ്ആപ്പ് ചാറ്റ് എന്ന പേരിൽ സ്ക്രീൻഷോട്ടുകളും ഫെന്നി ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ട്. KFC വായ്പാ തട്ടിപ്പിലെ FIR റദ്ദാക്കണമെന്ന PV അൻവറിന്റെ ഹർജിയിൽ പരാതിക്കാരനെ കക്ഷിയാക്കി ഹൈക്കോടതി. വിജിലൻസ് എടുത്ത കേസിലെ പരാതിക്കാരനും കൊല്ലത്തെ വ്യവസായിയുമായ മുരുകേഷ് നരേന്ദ്രനെയാണ് കക്ഷിയാക്കിയത്. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിലെ വായ്പാ തട്ടിപ്പിലൂടെ 23.30 കോടി രൂപയുടെ നഷ്ടമുണ്ടായെന്നാണ് വിജിലൻസ് കണ്ടെത്തൽ. കേസിൽ PV അൻവറും അൻവറിന്റെ ഡ്രൈവർ സിയാദും പ്രതികളാണ്. വിജിലൻസ് കേസിന് പിറകെ EDയും അൻവറിനെതിരെ നടപടി കടുപ്പിച്ചതോടെയാണ് FIR നിലനിൽക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടി ഹൈക്കോടതിയെ സമീപിച്ചത്. ഹർജി ഈ മാസം 23-ന് കോടതി വീണ്ടും പരിഗണിക്കും. വാഹന പരിശോധനയ്ക്കിടെ MVD ഉദ്യോഗസ്ഥരെ കാറിടിപ്പിച്ച് അപായപ്പെടുത്താൻ ശ്രമം. മലപ്പുറം തിരൂർ പാറവണ്ണയിലാണ് സംഭവം. സ്കൂൾ യൂണിഫോമിൽ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച കാർ തടയുന്നതിനിടെയാണ് സംഭവം. കാർ പരിശോധിക്കുന്നതിനായി ഉദ്യോഗസ്ഥൻ വാഹനത്തിൽ നിന്നിറങ്ങി കാറിനടുത്തേക്ക് വരികയായിരുന്നു. ഡ്രൈവർ സീറ്റിന്റെ സമീപത്ത് ഉദ്യോഗസ്ഥനെത്തിയ ഉടനെ കാർ മുന്നോട്ടെടുത്ത് വേഗത്തിൽ പോവുകയായിരുന്നു. റോഡിലൂടെ പോവുകയായിരുന്ന യാത്രക്കാരിലൊരാൾ എടുത്ത ദൃശ്യവും പുറത്തു വന്നു. മോഡിഫൈ ചെയ്ത വാഹനത്തിന്റെ രജിസ്ട്രേഷൻ കാലാവധി കഴിഞ്ഞതാണ്. തിരൂരിൽ കൊടക്കൽ ഭാഗത്ത് വെച്ച് ഉദ്യോഗസ്ഥർ ആദ്യം കൈ കാണിച്ചെങ്കിലും കാർ നിർത്തിയില്ല. പിന്നീട് തിരൂർ പാറവണ്ണ ഭാഗത്ത് വെച്ച് വീണ്ടും കാർ കണ്ടെത്തി. ഇവിടെ വെച്ചാണ് MVD ഉദ്യോഗസ്ഥനെ ഇടിക്കാൻ ശ്രമിച്ചത്. വാഹനം കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണെന്ന് MVD ഉദ്യോഗസ്ഥർ അറിയിച്ചു. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പിന്നാലെ 9 വയസ്സുകാരിയുടെ കൈ മുറിച്ചുമാറ്റിയ സംഭവത്തിൽ ചികിത്സാ പിഴവ് സമ്മതിച്ച് ആശുപത്രി അധികൃതർ. ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് ഹാജരാവണമെന്ന് ആവശ്യപ്പെട്ട് കുട്ടിയുടെ കുടുംബത്തിന് നൽകിയ നോട്ടീസിലാണ് ആശുപത്രി അധികൃതർ ചികിത്സാ പിഴവ് സമ്മതിക്കുന്നത്. സർക്കാർ നിയോഗിച്ച വിദഗ്ധ സംഘം ഇന്ന് കുട്ടിയുടെ കുടുംബത്തിന്റെ മൊഴി രേഖപ്പെടുത്തും. അന്വേഷണം നിലച്ചുവെന്ന് കുട്ടിയുടെ കുടുംബം ആരോപിച്ചതിന് പിന്നാലെയാണ് വിദഗ്ധ സംഘം പാലക്കാട് എത്തുന്നത്.